അങ്ങനെ നമ്മുടെ തായ്ലൻഡ് യാത്രയിലെ 7ാം ദിവസത്തിലേക്ക്. ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് ഒരു ചെറിയ ലോക്കൽ ബ്രേക്ക്ഫാസ്റ്റ് ഷോപ്പിൽ നിന്നാണ്. ഇവിടെ നിന്ന് ഹാറ്റിയായുടെ തിരക്കേറിയ ലോക്കൽ മാർക്കറ്റിലേക്ക്. തായ്ലൻഡിലെ വടക്കു ദിക്കിൽ സ്ഥിതി ചെയ്യുന്ന ഹാറ്റിയായുടെ പുലർക്കാലവും നാട്ടുകാരുടെ ഭക്ഷണവും ചെറിയ മാർക്കറ്റുകളും ഈ നഗരത്തിൻ്റെ എവറിഡേ ലൈഫും ഒക്കെ കണ്ടുകൊണ്ട് ഇന്നത്തെ നമ്മുടെ യാത്ര തുടങ്ങാം. ഞാൻ പറഞ്ഞതുപോലെ ഡേ 7 തുടങ്ങുന്നത് വലിയ റെസ്റ്റോറൻറ്റിലോ ഫാൻസി ബ്രേക്ക്ഫാസ്റ്റ് ബഫേയിലോ ഒന്നുമല്ല. ഹാറ്റിയായുടെ ചെറിയൊരു ലോക്കൽ ബ്രേക്ക്ഫാസ്റ്റ് ഷോപ്പിൽ നിന്നാണ്. സിമ്പിളായിട്ടുള്ള ഒരു സെറ്റപ്പ്. മുന്നിൽ ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്ന ഈ മീറ്റ് ഡിസ്പ്ലേ ആണ് എനിക്ക് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഇതൊരു ഓവനാണ്. ഇത് ഗ്ലാസ് ഒക്കെ ഇട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്നു. ചൂടിൻ്റെ റിഫ്ലക്ഷനിൽ അതിന് കിട്ടുന്ന റെഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള കളറ് ക്യാമറയിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ അതിലും ഇൻട്രസ്റ്റിംഗ് ആയത് ഈ 3 പെൺകുട്ടികൾ വളരെ കാഷ്വലായി ജോലി ചെയ്യുന്നതാണ്. ഒരാൾ ഫുഡ് നോക്കുന്നു, മറ്റൊരാൾ കസ്റ്റമേഴ്സിനെ നോക്കുന്നു, മറ്റൊരാൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്നു, അല്ലാതെ ഓർഡറുകളൊക്കെ എടുക്കുന്നു, പ്രിപ്പറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. രാവിലെ തന്നെ ഇവിടെ ആൾക്കാരുടെ ഒരു ചെറിയ തിരക്കുണ്ട്. ടൂറിസ്റ്റ് സീസൺ അല്ലാത്തതുകൊണ്ടാകാം ആൾക്കാരൊക്കെ ഇച്ചിരി കുറവാണ്. തായ്ലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമിക്ക എല്ലാവരും എല്ലാ നേരവും കഴിക്കുന്നത് കടകളിൽ നിന്നാണ്. രാവിലെ ഒരു വലിയ മീലും ഉച്ചക്കത്തേക്ക് രാവിലത്തേൻ്റെ ബാക്കിയും വൈകിട്ട് പാലും അങ്ങനെ എന്തെങ്കിലുമാണ് അവർ കഴിക്കുന്നത്. നമ്മുടെ ഈ ഷോപ്പ് നടത്തുന്നത് 3 യങ് ഗേൾസാണ്. അവരുടെ ജോലി ചെയ്യുന്ന രീതിയൊക്കെ കണ്ടാൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നത് നമ്മൾ ചിലപ്പോൾ കരുതുന്ന പോലെ വലിയ ചടങ്ങൊന്നുമല്ല. രാവിലെ എഴുന്നേൽക്കുന്നു, ഷോപ്പ് തുറക്കുന്നു, ഫുഡ് തയ്യാറാക്കുന്നു, വരുന്നവർക്ക് കൊടുക്കുന്നു. ഇത് വളരെ ആയാസരഹിതമായി അവർ ചെയ്യുന്നു. ഒരു യൂണിഫോം ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിലൊക്കെ ഒരു സിംപ്ലിസിറ്റി കാണുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാൽ. പക്ഷേ ഷോപ്പിൻ്റെ പിന്നിലേക്ക് നോക്കിയപ്പോൾ കണ്ട മറ്റൊരു ചെറിയ കാര്യം എന്നെ വളരെയധികം ചിരിപ്പിക്കുകയും ചെയ്തു, ചിന്തിപ്പിക്കുകയും ചെയ്തു. ഒരു ചെറിയ പ്രേയർ ഷ്രൈൻ. വലിയ ക്ഷേത്രമോ പരിപാടികളോ വലിയ പൂജ പരിപാടികളോ ഒന്നുമല്ല. ചെറിയൊരു തട്ടിൽ അല്ലെങ്കിൽ ഒരു പീഠത്തിൽ വെച്ചിരിക്കുന്ന ഒരു ഷ്രൈൻ. മുന്നിൽ 5 ക്ലിയർ ഡ്രിങ്ക്സിൻ്റെ ചെറിയ കപ്പുകൾ ഓഫറിങ് വെച്ചിട്ടുണ്ട്. അവിടെയും ചെറിയൊരു വിശ്വാസത്തിൻ്റെ ഒരു കോർണറുണ്ട്. പക്ഷേ ചുറ്റും നോക്കിയാൽ എന്താണെന്നറിയാം, മുഴുവൻ ഫ്രീസറുകളാണ്. അതിൻ്റെ നടുക്കാണ് ഇത് വെച്ചേക്കുന്നത്. അതാണ് എനിക്ക് ശരിക്കും ഫണ്ണിയായിട്ട് തോന്നിയത്. നമ്മളെപ്പോഴും ജീവിതത്തിൽ വലിയ കാര്യങ്ങളിലേക്കാണ് സ്പിരിച്വാലിറ്റി കാണാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ ഷോപ്പിൻ്റെ ഒരു കോർണറിലും അതുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഇനി ലക്ഷ്യം ഹാറ്റിയായിലെ ഒരു ലോക്കൽ മാർക്കറ്റാണ്. ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന രീതിയിൽ മാത്രം കാണുന്ന മാർക്കറ്റല്ല. ലോക്കൽ ആളുകൾ അവരുടെ ദിവസേനയുള്ള ജീവിതത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു മാർക്കറ്റ്. നടന്നു പോകുമ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് ഈ ലാംപ് പോസ്റ്റുകളാണ്. പച്ച നിറത്തിലുള്ള ലാംപ് പോസ്റ്റുകൾ. അതിന് മുകളിൽ ഗോൾഡൻ കളർ ഡെക്കറേഷൻ, തൊങ്ങലുകൾ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ. ഹാറ്റിയയിലെ ചില ഭാഗങ്ങളിൽ കാണുന്ന ഈ കളർഫുൾ ഡെക്കറേറ്റീവ് സ്റ്റൈലിന് ഒരു പ്രത്യേക ക്യാരക്ടറുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് മുമ്പോട്ട് നടക്കുമ്പോൾ നമുക്ക് മാർക്കറ്റ് കാണാൻ പറ്റും. അവിടെ മാർക്കറ്റ് ഒരു വലിയ എൻക്ലോസ്ഡ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൊന്നുമല്ല, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ വാക്കിംഗ് ഏരിയയിലാണ് ഈ ടെമ്പററി മാർക്കറ്റ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു പോപ്പപ്പ് മാർക്കറ്റ് പോലെ. ഇതാണ് സിയാം നക്കാറിൻ കോംപ്ലക്സ്, സിയാങ് നക്കാറിൻ മാർക്കറ്റ് എന്ന് വേണേൽ പറയാം. ഇത്തരം സ്ഥലങ്ങളിൽ മാർക്കറ്റ് എന്നത് ഒരു പെർമനൻറ്റ് റോ ഓഫ് ഷോപ്സ് മാത്രമല്ല. സമയത്തിനും ദിവസത്തിനും അനുസരിച്ച് ടെമ്പററി സ്റ്റോളുകൾ വരും. ഫുഡ്, സ്നാക്സ്, ഫ്രഷ് പ്രൊഡ്യൂസ്, ഹോം മെയ്ഡ് ഐറ്റംസ്, ക്ലോത്ത്സ്, പല നിറത്തിലുള്ള ചെറിയ സാധനങ്ങളെല്ലാം ഒരുമിച്ച്. അതുകൊണ്ട് തന്നെ ഓരോ തവണ ഇവിടെ വന്നാലും മാർക്കറ്റിൻ്റെ ക്യാരക്ടർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. മാർക്കറ്റിലേക്ക് കയറുമ്പോൾ ആദ്യം ക്യാമറയിൽ നിറയുന്നത് ഫുഡാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, ചെറിയ പാക്കറ്റിലാക്കി വെച്ചിരിക്കുന്ന സ്നാക്സ്, ഫ്രഷ്ലി പ്രൊഡ്യൂസ്ഡ് ഐറ്റംസ് എല്ലാം വളരെ ഓപ്പണായി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ ഷെൽഫിൽ ഈ നീറ്റായിട്ട് പാക്ക് ചെയ്യുന്ന രീതിയല്ല. വിൽക്കുന്നയാളും വാങ്ങുന്നയാളും ഫുഡിൻ്റെ അടുത്ത് തന്നെ, ഇടയിൽ വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. ഒരു സ്റ്റാളിൽ നിന്ന് മറ്റൊരു സ്റ്റാളിലേക്ക് നടക്കുമ്പോൾ ഓരോ കടക്കാരനും സ്വന്തം ആയ ഒരു ചെറിയ ലോകമുണ്ടാക്കിയ പോലെ ഇരിക്കുന്നു. ആരൊക്കെയോ വെജിറ്റബിൾസ് വിൽക്കുന്നു, ആരൊക്കെയോ കുക്ക്ഡ് ഫുഡ് കഴിക്കുന്നു, മറ്റൊരാൾക്ക് സ്വീറ്റ്സ്, മറ്റൊരിടത്ത് സ്നാക്സ്. മാർക്കറ്റ് എന്നത് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് പ്ലേസ് മാത്രമല്ല, ഒരു സോഷ്യൽ ഗ്യാതറിംഗ് അല്ല, സോഷ്യൽ സ്പേസ് കൂടിയാണ്. ഈ ഫ്രെയിംസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ പ്രായമായ ആൾക്കാരെ കാണാം. ചിലർ അവരുടെ സ്റ്റാളിന് പിന്നിലിരിക്കുന്നു, ചിലർ കസ്റ്റമേഴ്സിനെ കാത്തു നിൽക്കുന്നു, ചിലർ ഫുഡ് തയ്യാറാക്കുന്നു, അടുത്തുള്ള ആളുകളുമായി സംസാരിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഇവിടെ മാർക്കറ്റ് ജീവിതത്തിൽ നിന്ന് വേർപെട്ട ഒരു സത്യമല്ല, ജീവിതം തന്നെയാണ് മാർക്കറ്റ്. രാവിലെ ഷോപ്പ് തുറക്കും, കസ്റ്റമേഴ്സ് വരും, കുറച്ചു നേരം സംസാരിക്കും, ഫുഡ് വിൽക്കും,
വീണ്ടും അടുത്ത കസ്റ്റമർ വരും, വൈകുന്നേരം തിരിച്ച് പിന്നെ ഈ പോപ്പപ്പ് മാർക്കറ്റ് തുടങ്ങും, അവിടേക്ക് തിരിച്ചു വരും. എല്ലാം ഒരു പർട്ടിക്കുലർ ഋതത്തിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കാര്യം ഫുഡ് പ്രസൻറ്റേഷനാണ്. നമ്മൾ കണ്ട പല സ്റ്റാളുകളിലും ഫുഡ് ഗ്ലാസ് കണ്ടെയ്നേഴ്സിൻ്റെ ഉള്ളിലും ട്രേകളിലും ബാസ്ക്കറ്റുകളിലും വളരെ ആക്സസിബിളായി വെച്ചിട്ടുണ്ട്. ചിലത് ഫ്രൈഡ് ഐറ്റംസ്, ചിലത് മീറ്റ്, ചിലത് സ്വീറ്റ്സ്, ചിലത് നമുക്ക് പരിചയമില്ലാത്ത ലോക്കൽ സ്നാക്സ്. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ പോർഷൻസ് ഒക്കെ വളരെ ചെറുതാണ്, വാങ്ങിക്കൊണ്ടുപോകാൻ വളരെ ഈസി, അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ കഴിക്കാം. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഫുഡ് എന്നത് ഇവിടെ ഒരു വലിയ മീലാക്കേണ്ട കാര്യമില്ല. 2-3 ഐറ്റംസ് എടുത്ത് ടേസ്റ്റ് ചെയ്യാം, ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ മേടിക്കാം, അല്ലെങ്കിൽ അടുത്ത സ്റ്റാളിലേക്ക് പോകാം. ഈ മാർക്കറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ആൾക്കാരുടെ ഇൻട്രാക്ഷനാണ്. കസ്റ്റമേഴ്സ് വരുന്നു, പ്ലാസ്റ്റിക് ബാഗ് എടുക്കുന്നു, സ്റ്റോളിൻ്റെ മുമ്പിൽ നിൽക്കുന്നു, വില ചോദിക്കുന്നു, ഫുഡ് തിരഞ്ഞെടുക്കുന്നു, പിന്നെ അടുത്ത സ്റ്റാളിലേക്ക് പോകുന്നു. ടൂറിസ്റ്റ് പ്ലേസുകളിൽ നമ്മൾ കാണുന്ന ആർട്ടിഫിഷ്യൽ എക്സൈറ്റ്മെൻ്റ് ഇല്ല ഇവിടെ. ആരും ഇവിടെ ക്യാമറയ്ക്കായി പെർഫോമൻസ് ചെയ്യുന്നത് പോലെ തോന്നുന്നില്ല. അവർ അവരുടെ നോർമൽ ലൈഫാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറ എടുത്ത് നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വളരെ ജെനുവിനായ ഒരു ക്ലിംസാണ്. അതാണ് അതിൻ്റെ ഏറ്റവും മധുരമായ കാര്യം. പിന്നെ ഇവിടെ മാർക്കറ്റിന് മറ്റൊരു സൈഡ് കൂടി നമുക്ക് കാണാം. ചിലർ ഷോപ്പിംഗ് ചെയ്യുന്നു, ചിലർ ഭക്ഷണം കഴിക്കുന്നു, കുട്ടികൾ പേരൻസിൻ്റെ കൂടെ നടക്കുന്നു, ചിലർ വാങ്ങിയ ഫുഡ് അവിടെ ഇരുന്ന് കഴിക്കുന്നു. ഇത് കാണുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. തായ്ലൻഡിലെ ലോക്കൽ മാർക്കറ്റ്സ് എപ്പോഴും ഷോപ്പിംഗ് പ്ലസ് ഫുഡ് പ്ലസ് സോഷ്യലൈസിങ് എല്ലാം ഒരുമിച്ച് നടക്കുന്ന സ്ഥലമാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മാർക്കറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാം, ചെറിയ ഷോപ്പിംഗ് നടത്താം, ആൾക്കാരെ കാണാം, പിന്നെ വീട്ടിലേക്ക് പോകാം. അത്ര സിമ്പിൾ. മാർക്കറ്റിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നടക്കുമ്പോൾ സ്റ്റാളുകളുടെ വെറൈറ്റി പിന്നെയും മാറുന്നു. ഒരു ഭാഗത്ത് വെജിറ്റബിൾസ്, അടുത്തതിൽ റെഡി ടു ഈറ്റ് ഫുഡ്, പിന്നെ ഡ്രൈഡ് പ്രോഡക്ട്സ്, സ്നാക്സ്, ഹോം മെയ്ഡ് ഐറ്റംസ്, അങ്ങനെ ഓരോ കുറച്ച് മീറ്റേഴ്സ് കഴിഞ്ഞാലും പുതിയൊരു സീൻ. ക്യാമറ എടുത്ത് നടക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഒരു വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഷൂട്ട് ചെയ്യുന്നതിലും ഇൻട്രസ്റ്റിംഗ് ആണ് ഇത്തരം ചെറിയ ലോക്കൽ മാർക്കറ്റ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരു ഡെസ്റ്റിനേഷൻ മാത്രം കാണുന്നില്ല, ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ കാണുന്നത്. ഹാറ്റിയയെക്കുറിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ചെറിയ കാര്യങ്ങളാണ്. രാവിലെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഷോപ്പ്, അവിടെ ജോലി ചെയ്യുന്നത് 3 പെൺകുട്ടികൾ, ഗ്ലാസ് ഓവനിൽ ചൂടായി നിൽക്കുന്ന മീറ്റ്, പിന്നിൽ ചെറിയൊരു പ്രേയർ ഷൈന്, അതിന് ചുറ്റും ഫ്രീസേഴ്സ്, പിന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ പച്ചയും ഗോൾഡും കൊണ്ട് അലങ്കരിച്ച ലാമ്പ് പോസ്റ്റ്, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അടുത്ത് തുറന്നിരിക്കുന്ന പോപ്പപ്പ് മാർക്കറ്റുകൾ, വെജിറ്റബിൾസ്, ഫ്രഷ് ഫ്രൂട്ട്സ്, സ്നാക്സ് വാങ്ങാൻ വന്ന ഫാമിലീസ്, തങ്ങളുടെ ചെറിയ സ്റ്റാളിന് പിന്നിലിരിക്കുന്ന വെൻഡേഴ്സ്, എല്ലാം കൂടി നോക്കുമ്പോൾ തായ്ലൻഡിൻ്റെ ബ്യൂട്ടി ബീച്ചസിലും മൗണ്ടൻസിലും മാത്രമല്ല എന്ന് മനസ്സിലാവും. ഇവിടുത്തെ യഥാർത്ഥ ബ്യൂട്ടി ആളുകളുടെ എവറിഡേ ലൈഫിലാണ്. വലിയ ഹറിയില്ലാതെ തങ്ങളുടെ ചെറിയ ബിസിനസ് നടത്തിക്കൊണ്ട് വരുന്ന ആളുകളോട് സംസാരിച്ച് ഭക്ഷണം പങ്കുവച്ച് അങ്ങനെ വളരെ സിമ്പിളായി ലൈഫ് മുമ്പോട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ കാണുന്നത്. ഇതുപോലുള്ള രാജ്യങ്ങളിൽ ടൂറിസ്റ്റായി നമ്മൾ കുറച്ച് നാളത്തേന് വരും. പക്ഷേ ഈ മാർക്കറ്റിലിരിക്കുന്ന ഒരാൾക്ക് ഇതാണ് അവരുടെ എല്ലാ ദിവസവും. അതുകൊണ്ടാണ് ഇത്തരം ലോക്കൽ മാർക്കറ്റ്സ് എനിക്ക് യാത്ര പോകുമ്പോൾ കാണാൻ ഏറ്റവും ഇഷ്ടമുള്ളത്. ഒരു സ്ഥലം കാണുന്നതിന് പകരം അവിടെ ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നു. ആൻഡ് സംടൈംസ് ഒരു രാജ്യത്തെ ശരിക്കും മനസ്സിലാക്കാൻ ഒരു വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഒന്നും അല്ല വേണ്ടത്. രാവിലെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഷോപ്പിലേക്ക് പോവുക, പിന്നെ ഒരു ലോക്കൽ മാർക്കറ്റിലേക്ക് പോവുക, ഇത്രയൊക്കെ മതി. അവിടെയാണ് യഥാർത്ഥ തായ്ലൻഡിനെ കൂടുതൽ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഡേ 7 ആദ്യത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഷോപ്പിൽ തുടങ്ങി ഹാറ്റിയയിലെ ഈ ലോക്കൽ മാർക്കറ്റിലൂടെ കുറച്ച് സമയം നടന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കുറച്ച് കാഴ്ചകൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ കഴിഞ്ഞു. ഇങ്ങനെയുള്ള യാത്രകളും ലോക്കൽ എക്സ്പീരിയൻസുകളും ഇനി വരാനിരിക്കുന്ന പുതിയ യാത്രകളും കാണാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളാം. ഇതോടൊപ്പം തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, ത്രെഡ്സ് എല്ലാ പേജുകളും എൻ്റെ കൂടെ ജോയിൻ ചെയ്യാനും മറക്കരുത്. സോഷ്യൽ മീഡിയയിൽ യാത്രക്കിടയിലെ ചെറിയ മൊമെൻറ്റ്സ്, ഫോട്ടോസ്, ഷോർട്ട് വീഡിയോസ്, ബിഹൈൻഡ് ദ സീൻ കാഴ്ചകൾ, പിന്നെ യൂട്യൂബിൽ വരുന്നതിന് മുമ്പുള്ള പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല, നമ്മുടെ ഈ യാത്രയിൽ എല്ലായിടത്തും കൂടെ ഉണ്ടാകണം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡേ 7 യാത്ര തുടരാം. See you on the next episode. Until then, this is Ethan and it's my travel pages.